നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് സേതുവും പല്ലവിയും ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ഋതു, അച്ചു, ശ്രീഹരിയൊക്കെ സ്വിറ്റ് ഔട്ടിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവര് അപ്പൊ എല്ലാരും റെഡിയായിട്ട് നിൽക്കുവാണ്, പൊന്നുമടത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട്. അപ്പോഴേക്ക് സേതു എന്നിട്ട് ചോദിച്ചു, ആഹാ ഇത് കൊള്ളാലോ, നിങ്ങളെല്ലാരും കൂടി ഇത് എങ്ങോട്ട് പോവാനാ? എവിടെയോ പുറത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണല്ലോ എന്നൊക്കെ സേതു പറയാണ്. അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു, സേതു ഏട്ടാ, ലക്ഷ്മിയമ്മ വന്നിട്ടുണ്ടെന്ന് പറയണ. ലക്ഷ്മിയമ്മയോ? അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, അത് പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ താക്കോലൊക്കെ എൻ്റെ കൊണ്ടേ തന്നു, ഞങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചു, പിന്നെ പൊന്നുമടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണല്ലേ, എന്നാ കാണിച്ചു കൊടുത്തിട്ടൊരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സേതു പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ആ സമയം പൂർണിമയെ ലക്ഷ്മിയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിയമ്മയെ കണ്ടു ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ സേതു, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാ പൊന്നുമടത്തിലേക്കോ? അത് നിങ്ങളുടെ ഭർത്താവിന്റെ വീടല്ലേ, അവിടെ ഞങ്ങൾക്ക് എന്താ അവകാശം? സേതു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോവാനായിട്ടാ. നിങ്ങക്ക് തെറ്റ് പോകത്തില്ലല്ലോ, നിങ്ങളുടെ കയ്യെ കാലേ വീണ് ഞാൻ പറഞ്ഞല്ലേ. ഇനിയിപ്പൊ ഞങ്ങൾക്ക് എന്താണെങ്കിലും കൊട്ടാരം ഒന്നും വേണ്ട, ഞങ്ങൾ ഈ കുടിൽ കഴിഞ്ഞോളാം. എന്നെങ്കിലും പൊന്നുമടത്തിൽ മാധവമേനന്റെ മകൾ അധ്വാനിച്ച് ഒരു കൊട്ടാരം പണിതോളാം. അതുവരെ ഞങ്ങൾ ഈ വീട്ടിൽ കഴിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, സേതു ക്ഷമിക്കണോന്ന് പറയണം. ക്ഷമിക്കാനോ നിങ്ങളോടോ? എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനുമില്ല, ഒന്നുമില്ല. നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ സ്വന്തം പെറ്റമ്മയെ നിന്ദിച്ചെന്നുള്ള ആ പേര് ദോഷം കൂടെ എന്നെ കേൾപ്പിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്ന് പോയി തന്നാൽ ഉപകാരമായിരുന്നു. അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു, ഇങ്ങനെ പറയരുത് സേതു, നിന്റെ അമ്മയല്ലേ? അമ്മ പിന്നെ ഒരമ്മയാണ് പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോകേണ്ടവർക്കൊക്കെ പോവാ ഇവിടുന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും പൊന്നുമടത്തിലേക്ക് പോകാനാ താല്പര്യമെങ്കിൽ പൊന്നുമടത്തിലേക്ക് പോയിക്കോ, പക്ഷെ എന്നെ മാത്രം പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, സേതു, നീ എവിടെയാണുള്ളത് അവിടെയാണ് ഞാനും ഉള്ളത്. കാരണം നീ എൻ്റെ മകനാണ്, ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിനക്ക് ഇവിടെ നിൽക്കാനാ താല്പര്യമെങ്കിൽ നിന്നോടൊപ്പം ഞാനിവിടെ നിൽക്കും. നീ പൊന്നുമടത്തിലേക്ക് വന്നാൽ മാത്രമേ ഞാനും പൊന്നുമടത്തിലേക്ക് പോകത്തുള്ളൂ. നിന്നോടൊപ്പം കഴിയാനാ ഞാൻ ആഗ്രഹിക്കണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സേതു പറഞ്ഞു, ശരി ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കും ഇല്ല എന്നും പറഞ്ഞിട്ട് സേതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പല്ലവിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോളെ പല്ലവി, ഞാൻ ഇവരോടൊക്കെ മാപ്പ് ചോദിച്ചു, കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ട് ഞാൻ വന്നിരിക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, പല്ലവി, ഇവിടെ ശരിക്കും മടുത്തു. കാരണം ഈ വീട് ചെറുതാണ്, അത് മാത്രമല്ല അത്ര വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നൊരു വീടാണ്. ഇവിടെ എത്ര കാലം വെച്ചാൽ താമസിക്കുന്നേ. ഋതു തന്റെ അവസ്ഥ പറയാണ്, എനിക്കിവിടെ കഴിയാണ്ട് ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതിന്റെ പേരില്ല. ഒരു കാര്യം ചെയ്യുക, സേതുവേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കുക. ലക്ഷ്മി അമ്മ മാപ്പൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ പല്ലവി എന്ത് ചെയ്തു, സേതുവിനോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ്. പിന്നീട് സേതുവിന്റെ അടുത്തേക്ക് പല്ലവി എന്നിട്ട് പറഞ്ഞു, സേതുവേട്ട, ലക്ഷ്മി അമ്മ ചെയ്ത തെറ്റിന് അതിന് ഈ പാവം ഋതുവിനെ അച്ഛനും ഒക്കെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? എന്താ പല്ലവി അങ്ങനെ പറഞ്ഞേ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൊന്നുമ്മടം അച്ഛനും ഋതുവിനും പൂർണ്ണാമയ്ക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് സേതുവേട്ടൻ്റെ അച്ഛൻ പണി കഴിപ്പിച്ചല്ലേ, അപ്പൊ അവരാ വീട്ടിലല്ലേ കഴിയേണ്ടത്. ഇപ്പൊ സേതുവേട്ട ഒരു വാക്കിന്റെ പുറത്താണ് അവരാരും പോകാൻ നിൽക്കുന്നത്. സേതുവേട്ടൻ പറഞ്ഞാൽ മാത്രമേ അവർ പൊന്നുമടത്തിലേക്ക് പോവുള്ളൂ, അതിന് അവർക്ക് പോകാലോ. പക്ഷെ അവര് പോകും തോന്നുന്നുണ്ടോ സേതുവേട്ട? സേതുവേട്ടനില്ലാതെ ഈ പറയുന്ന ഋതു പോലും ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. ഋതുവിന്റെ അവസ്ഥ സേതുവേട്ടൻ അറിയാലോ. അപ്പൊ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. സേതുവേട്ടൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൊന്നുമടത്തിലല്ലേ പൂർണ്ണാമയൊക്കെ മക്കളും കഴിയേണ്ടേ, അല്ലാതെ ഈ വീട്ടിൽ വന്നാണ് കഴിയേണ്ടത്. സേതുവേണ്ട അവളുടെ വാശി മൂലമാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. സേതുവേട്ടനില്ലാതെ അവര് പോവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ഇപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാ? സേതുവേട്ടൻ പൊന്നുമടത്തിലേക്ക് പോകണം. സേതുവേട്ടൻ അവിടെ ഉണ്ടെങ്കിലോ പൂർണ്ണാമയ്ക്ക് അവിടെ നിൽക്കത്തോളം എന്ന് പറഞ്ഞു. ഈ സമയത്ത് സേതുവിന് ഭയങ്കര ദേഷ്യമായിരുന്നു. സേതു പറഞ്ഞു, അവർ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ അതെ, ലക്ഷ്മിയമ്മയുടെ കാര്യം സേതുവേട്ടൻ കണക്കാക്കണ്ട. സേതുവേട്ടൻ്റെ അച്ഛനെക്കുറിച്ചും പിന്നെ പൂർണ്ണാമനെ കുറിച്ചും ഒക്കെ മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതു ഒരു ഒടുവിൽ സംഭവിച്ചു, ശരി ഞാൻ പോകാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ആ ലക്ഷ്മി എന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവരൊരു കാരണവശാലും എൻ്റെ അടുത്തേക്ക് മാപ്പവേഷമായിട്ട് വരാൻ പാടില്ല. പിന്നെ എനിക്ക് വായു എന്നൊക്കെ അവരോട് ഞാൻ വിളിച്ചു പറയും. എന്റെ ദേഷ്യം കലിയടക്കുന്നതോടെ വരെ ഞാൻ പറയുകയും ചെയ്യും. ഒരിക്കലും ഇനി അവരെ എനിക്ക് അമ്മയായിട്ട് കാണാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ പറയുന്നതൊക്കെ അവർ കേട്ടോണ്ട് നിൽക്കണം. കാരണം ഇത്രയും കാലം ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് അങ്ങനെയെങ്കിലും എനിക്കൊരു പരിഹാരം കിട്ടണ്ടേ എന്നൊക്കെ സേതു പറഞ്ഞു. ഒടുവിൽ പല്ലവിക്ക് അത് അംഗീകരിക്കാതിരിക്കാനായിട്ട് തരവില്ലായിരുന്നു. ഇതേ സമയത്ത് രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഇന്ദ്രൻ വരുവാണ്. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കണമെന്ന് പറയണം. നിന്നെ ഇവിടെ നിൽക്കാനോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറഞ്ഞു. അമ്മേ അങ്ങനെ പറയരുത് അമ്മയെന്ന് പറഞ്ഞു. എടാ, നിന്നെ ഞാൻ ഇവിടെ നിർത്തണമല്ലേ? അതെ, നീ എനിക്ക് എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് അറിയാവോ? നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷെ നീ എന്താ എന്നോട് ചെയ്തേ? ആ സമയത്ത്
പാറും വിശ്വം കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവര് വന്നിട്ട് അവിടെ നിൽക്കുവാണ്. ഇന്ദ്രനും രാജലക്ഷ്മിയും തമ്മിലുള്ള സംസാരം കേട്ടോണ്ട്. പക്ഷെ അവർ രണ്ടുപേരും കൂടെ അവരെ കാണുന്നുണ്ടായിരുന്നില്ല. രാജേഷ് പറഞ്ഞു, പലപ്പോഴും നിനക്ക് ഞാൻ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്, നേർവഴിക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നീ അതൊന്നും ചെവിക്കൊണ്ടില്ല. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചത്. നീ നിന്റെ ഭാര്യ വീട്ടിൽ പോയി താമസം തുടങ്ങിയില്ലേ? എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എടാ, അച്ചി വീട്ടിൽ പോയി താമസിച്ച് കുറെ കാലം കഴിയുമ്പോ ഇങ്ങനെ തോന്നുന്നൊരു കാര്യമാ. എന്നിട്ടോ ഒടുവിലെ സ്വന്തം വീട്ടിലേക്ക് കാലെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. നിനക്ക് നാണമുണ്ടെ നീ ഇങ്ങനെ ചെയ്യുവോ? അമ്മ, ഒരവസരം കൂടെ താമേ, ഒറ്റൊരവസരം തന്നാ മതി എന്ന് പറഞ്ഞു. ഒരവസരം ഞാനൊന്നും പറയണില്ല. നീ ചെയ്തു കൂട്ടിവെച്ച ദ്രോഹം ഉണ്ടല്ലോ, എനിക്ക് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അമ്മ, ഇങ്ങനെ പറയരുത് അമ്മേ. എടാ, എല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയിക്കിടുന്ന. പക്ഷെ കഴിഞ്ഞ തവണ നീ പാറുവിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് രാജലക്ഷ്മി പാറുവിന്റെ വിഷത്തെ കാണുന്നേ. പെട്ടെന്ന് രാജലക്ഷ്മി പറയാമെന്ന് നിർത്തി. ആ സമയത്ത് വിശ്വം പറഞ്ഞു, അമ്മ എന്ത് പരിപാടി കാണിക്കുന്നേ? ഏട്ടനിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ രാജലക്ഷ്മിയുടെ കാലിലേക്ക് വീണു. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. എനിക്ക് വേറെ പോകാനായിട്ട് ഇടവില്ലാത്തോണ്ടാ ആ പൊന്നുമടങ്ങാൻ എന്നോട് അതുപോലത്തെ പ്രവൃത്തികളൊക്കെ ചെയ്തേന്നൊക്കെ പറഞ്ഞു. വിശ്വം പറഞ്ഞു, ചേട്ടൻ എഴുന്നേക്ക്, ചേട്ടൻ ഇവിടെ നിന്നോളാൻ പറയണം. അമ്മ വഴക്കൊന്നും പറയത്തില്ല. പിന്നീട് രാജലക്ഷ്മി വിളിച്ചു, അമ്മയുടെ മനസ്സെന്താ കരിങ്കല്ലാണോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ? അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ചേട്ടനോട് ഇവിടെ താമസിക്കാൻ പറ. അപ്പോഴേക്കും പാറു പറഞ്ഞു, വിശ്വ വേണ്ട, അമ്മയോട് തർക്കുത്തരം പറയണ്ടെന്ന് പറയണം. എന്നാലും ഇതെന്റെ ചോര തന്നെയല്ലേ? ഞങ്ങൾ ചേട്ടനഞ്ചിമാരല്ലേ? ഒരു കാര്യം ചെയ്യും ഇന്ദ്രേട്ട മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറയണം. ഇന്ദ്രനെ മുറിയിലേക്ക് വിട്ടു. ആ സമയത്ത് രാജേഷ് പറഞ്ഞു, എടാ മോനെ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിച്ചു. അമ്മ ഒന്ന് സമാധാനിക്കുക. ചേട്ടൻ ഇന്ന് ഇവിടുന്ന് പോയിട്ട് എങ്ങോട്ട് പോകാനായിട്ടാ? നീ വാ പാറൂന്നും പറഞ്ഞ് പാറുനെ വിളിച്ചോണ്ട് പോയി. രാജേഷ്മിക്ക് ആ പാട് ടെൻഷനായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കും അറിയത്തില്ല. അവന്റെ ശരിക്കുള്ള സ്വഭാവം തനിക്കല്ലേ അറിയത്തുള്ളൂ. അവൻ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു മനസ്സ് നിറയും. അതേ സമയത്ത് സേതുവും പല്ലവിയും ആരെല്ലാരും കൂടെ പൊന്നുമടത്തിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പോഴേക്ക് ശ്രീഹരിയോട് സേതുവേട്ട, ഞാനും അച്ചുവൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് വന്നോളാം എന്ന് പറയണം. ഋതു പറഞ്ഞു, ഞാനും ഓട്ടോറിക്ഷയ്ക്ക് വന്നോളാം. അപ്പൊ ഇനിയിപ്പൊ കാറില് ലക്ഷ്മി അമ്മയും പൂർണിമ അമ്മയൊക്കെ കയറട്ടെ എന്നോർത്താണ് അവരങ്ങനെ പറയണേ. അപ്പോഴേക്കും സേതു പറഞ്ഞു, ഞാനേ മിത്രനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് മിത്രനെ അങ്ങോട്ട് വിളിക്കാൻ പോകണം. ആ സമയത്ത് പല്ലവിയോട് പറഞ്ഞു, പല്ലവി അമ്മയെ വിളിച്ച് വണ്ടിയെ കയറ്റാൻ പറയണം. പല്ലവി എന്ത് ചെയ്തു? പോയി ലക്ഷ്മി അമ്മയുടെ കയ്യെ പിടിച്ചോണ്ട് കാറിനകത്തേക്ക് കയറ്റാണ്ട് വരുവാണ്. ആ സമയം സേതു തിരിഞ്ഞു നിന്നു. എന്താ പല്ലവി നീ കാണിക്കണമെന്ന് വെച്ചോ? അല്ല, അമ്മയെ വിളിക്കാനായിട്ട്. അതെ, ഇവരെ അല്ല ഞാൻ വിളിക്കാൻ പറഞ്ഞേ, എന്റെ അമ്മയാന്നും പറഞ്ഞുകൊണ്ട് പോയി പൂർണിമയുടെ കയ്യിലേക്ക് പിടിച്ചു. ബാ അമ്മയെന്ന് പറയാണ്. അല്ല സേതുവേട്ട, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൂർണിമ പറഞ്ഞു, മോനെ ലക്ഷ്മിയോട് കയറട്ടെ എന്ന് പറയണം. ഓ, അവർ ഈ കാറിനകത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല. ഇത് സാധാരണക്കാരുടെ കാറല്ലേ, ഇതിനകത്ത് അവർക്ക് കയറാനുള്ള ഒരിതുമില്ല. അവർക്ക് വേണ്ടുന്ന വേറെ വണ്ടി വന്നോളും, അവരതിനകത്ത് കയറിക്കോളും. നമ്മുടെ വണ്ടിക്കകത്തെ നമ്മൾ മാത്രം മതി, എന്റെ അമ്മ മതി എന്ന് പറയണം. അങ്ങനെ പൂർണിമയുടെ കയ്യെ പിടിച്ചോണ്ട് പോയി ഫ്രണ്ട് സീറ്റിലൊക്കെ കയറ്റിയിരുത്തുവാണ്. പിന്നീട് പല്ലവി കയറാൻ പറയണം. അല്ല സേതുവേട്ട, അത് പിന്നെ കയറാൻ പറഞ്ഞാൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. പല്ലവിയും പോയി കയറി. ആ സമയം മിത്രേട്ടൻ വേറൊരു കാർ എടുത്തോണ്ട് വന്നു. ലക്ഷ്മിയമ്മയുടെ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ കാറ് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രീഹരിയോട് പറഞ്ഞു, എടാ ശ്രീഹരി, ആ ഫോട്ടോ എടുത്ത് ആ കാറിനകത്തേക്ക് വെച്ചേക്കണം, അച്ഛന്റെ ഫോട്ടോ ഉടയാതെ വേണം എടുത്ത് വെക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവില് അവരെങ്ങോട്ടേക്ക് പോവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലക്ഷ്മിയമ്മ സേതുവും പല്ലവിയെ കാരണങ്ങൾ പോകുന്ന കണ്ടു. ആ സമയത്ത് അച്ചു ഋതുവിനോട് പറഞ്ഞു, ഇത് മിക്കവാറും പണിയായെന്ന് തോന്നേ. ഋതു പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട്. സേതുവേട്ടന് കിട്ടിയ തിരിച്ചടിയായിട്ട് സേതുവേട്ടൻ നല്ല രീതിയിൽ തന്നെ ലക്ഷ്മിയമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്, അതിന്റെ ഇരട്ടിയായിട്ട് കൊടുക്കുമെന്ന് തോന്നേ. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അത് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം കാണത്തുള്ളൂ, അങ്ങനെയൊന്നും സേതുവേട്ടന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ലക്ഷ്മിയമ്മയ്ക്ക് തല കുണിച്ചിരിക്കാനേ പറ്റുമുണ്ടായിരുന്നുള്ളൂ. കാരണം അവർ ചെയ്തു കൂട്ടി വെച്ച പ്രവർത്തിക്കെല്ലാം തിരിച്ചടി അവർക്ക് കിട്ടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പം മിത്രേന്റെ കാറ് പൊന്നുമടത്തിലേക്ക് വരുവാണ്. ആ സമയത്ത് മറ്റൊരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇതെന്താ മിത്ര അവരെത്തിയില്ലോ എന്ന് പറയണ. അതെ, ഞാൻ ഷോർട്ട് കട്ട് കയറിപ്പോന്നു, അതുകൊണ്ട് അവരെത്താത്തേന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നീ കഥ തുറക്കും മിത്ര എന്ന് പറഞ്ഞു. അങ്ങനെ മിത്രന്റെ കയ്യിലേക്ക് കഥയിന്റെ കീ കൊടുത്തു. മിത്രം പോയി കഥ ഒക്കെ തുറക്കണം. അപ്പോഴേക്കും സേതുവും പല്ലവിയും ശ്രീഹരി അച്ചു അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കുവാണ്. ആ സമയം ലക്ഷ്മിയമ്മ പോയി കയ്യിലേക്ക് പിടിച്ചു. പൂർണിമയുടെ കയ്യെ പിടിച്ചിട്ടുണ്ട്. വാ പൂർണിമ, അകത്തേക്ക് കയറി വാ. എന്റെ അറിയില്ലായ്മ അഹങ്കാരം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, എന്നോടെല്ലാം ക്ഷമിക്കണമെന്ന് പറയണം. ആ സമയത്ത് പൂർണിമയുടെ മനസ്സിലേക്ക് തന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട ആ രംഗങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. അവസാനം ഇവർ തന്നെ തന്റെ കയ്യെ പിടിച്ച് വരാനായിട്ട് നിർബന്ധിക്കുന്നു. പൂർണിമ എന്ന് സേതുവിനോട് പറഞ്ഞ് ബാ സേതു എന്ന് പറയണം. ഞാൻ വന്നോളാം, അമ്മ പോയിക്കൊള്ളാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്തു? പൂർണിമയോട് കയറാൻ തുടങ്ങുമ്പോഴത്തെ ലക്ഷ്മിയമ്മ കയ്യിലേക്ക് പിടിച്ചു. അങ്ങനെ പൂർണിമേനെ കയ്യെ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് സേതുവിനോട് പല്ലവി പറഞ്ഞു, സേതുവേട്ട ബാ അകത്തേക്ക് കയറി പാം
എന്ന് പറയണം. സേതു ഒന്ന് നോക്കുവാണ്, ആ വീടിനെ മൊത്തത്തിലൊന്ന് നോക്കുവാണ്. കാരണം തന്നെ ഇവിടുന്ന് ആട്ടി അപമാനിച്ചിറക്കി വിട്ട ഒടുവിൽ അവിടെ തന്നെ വന്ന് വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. സേതുവിൻ്റെ ഒരു സന്തോഷമൊക്കെ തോന്നി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.